കായ്ക്കകത്ത് 50ഓളം വർഷം പഴക്കമുള്ളൊരു വലിയ മരത്തിനകത്ത് 12 സയോൺ മാവ് വെച്ച് പിടിപ്പിക്കുന്ന കായ്ക്കുന്ന 12 വെറൈറ്റി വെക്കുന്നതെന്ന് കണ്ടാലാണ് എന്താണ്ട് കൂടിക്ക് പോയോ അടിപൊളി വഴി മൊത്തം കാണാൻ ശ്രമിക്കും. നമസ്കാരം, ഇതിപ്പോ നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ ചേച്ചി കേട്ടില്ല അടുത്തോട്ട് വട്ടിയൂർക്കാവാ. പിന്നെ പേരെന്ത് വരുന്നത്? ചേട്ടന്റെ പേര് രാമേന്ദ്രൻ. അന്നേരം നമ്മളിവിടെ പരിപാടി എന്തുവാന്ന് പറഞ്ഞേ? നമ്മള് മാവ് ബഡ് ചെയ്യുന്ന അതായത് പല വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ചെയ്യാൻ വേണ്ടി വന്നതാ. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം വട്ടിയൂർക്കാവാണ് വന്നേക്കുന്നത്. പിന്നെ ഇത് മാവ് കായ്ക്കത്തില്ലായിരുന്നാ? കായ്ക്കുമായിരുന്നു. ഇത് ചെറിയ സൈസിലുള്ള കായായിരുന്നു. അപ്പൊ എനിക്കത് വേണ്ട, നടയിൽ നിൽക്കുന്നോണ്ട് നല്ലതായിട്ട് 2 കൂലന നിൽക്കുന്നത്. ഏട്ട് കായ കിട്ടിയോളൂ. അത് കിട്ടി, വലിയ സുഖമില്ല. അതിനകത്ത് കുറച്ച് വെറൈറ്റി ചെയ്യട്ടെ? അത് ചെയ്യാം, നേരെ ചെയ്യട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പട്ടണത്തിനടുത്ത് ഗൗരീശവട്ടം. ഓക്കെ സാർ, എവിടെയായിരുന്നു ജോലി? ഞാൻ തിരുവനന്തപുരത്ത് AG ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത പാർട്ടിയാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഒരു മാവിനകത്ത് കുറച്ച് വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അത് നമുക്ക് സാറിന് നിൽക്കാം. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം സാറേ, പേരെന്തായിരുന്നു സാറേ? എൻ്റെ പേര് അരവിന്ദ്. സാറേ, കറക്റ്റ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടാന്ന് പറയാം സാറേ? നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പട്ടണത്തിനടുത്ത് ഗൗരീശവട്ടം. ഓക്കെ സാർ, എവിടെയായിരുന്നു ജോലി? ഞാൻ തിരുവനന്തപുരത്ത് AG ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത പാർട്ടിയാണ്. അടിപൊളി. സർവീസിലായിരുന്നു? ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ആണ്. എന്നാലും റിട്ടയർ ജീവിതമൊക്കെ ഇങ്ങനെ വന്നപ്പോഴേ കണ്ട് മാവിനകത്തൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടായിരുന്നു. മരത്തിന്റെ മുകളിൽ കയറി ഗ്രാഫ്റ്റ് ചെയ്തത്. ഒരു പരീക്ഷ നടത്തി നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് പക്ഷെ സക്സസ് ആയില്ല. പക്ഷെ ഈ മരമാണേ, ഇത് ചെയ്യാൻ ഒരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇവിടെ നിന്ന് പുറത്തോട്ട് ആ റോഡിൽ പോയി കിടന്നതല്ലേ അതിന്റെ തലപ്പ്? അപ്പുറത്ത് പോയിരുന്നു. ഈ റോഡ് കഴിഞ്ഞ് അപ്പുറത്തെ പ്ലോട്ടിലെത്തി. അതിനെ കട്ട് ചെയ്ത് നമ്മളെ പറമ്പില് നമ്മളെ മാവിൽ ഉണ്ടാവുന്ന മാങ്ങയ്ക്കുള്ള രുചി എന്ന് പറയുന്നത് അപാര രുചിയായിരിക്കും അല്ലേ? അത് വാങ്ങിയായിരുന്നു. പക്ഷെ ഇഷ്ടംപോലെ മാങ്ങ കിട്ടിയിരുന്നു. ഒരു 2,000 മാങ്ങ കിട്ടിയിരുന്നു. 2000 മാങ്ങ കിട്ടി. എങ്ങനെയുണ്ട് മാങ്ങ? എങ്ങനെയുണ്ടായിരുന്നു മാങ്ങ? പക്ഷെ കുറച്ച് ചിലത് ചീത്തയായി പോകും. അതിനകത്ത് നമുക്കൊരു 10 വെറൈറ്റി നമ്മളിപ്പോ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകും. 30 മുതൽ 70% വരെ അതിനകത്ത് പിടുത്തം വരും. അതിനെ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക, തടവൊരുക്കുക, ശരി മറ്റേ കരിയിലേക്ക് തൂത്തുകൂട്ടി മൂട്ടിലിട്ടേക്കാം. അന്നേരം ഞങ്ങൾ അങ്ങോട്ട് ചെയ്യട്ടെ സാറേ? ഓക്കെ. ഇതിപ്പോ ഷീറ്റ് ഇട്ടിരുന്നായിരുന്നേ, അന്നേരം അവിടെ താണ്ട് അതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ മെറ്റലൊക്കെ വാരിക്കളഞ്ഞ് നമുക്ക് മണ്ണിട്ട് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കരിയിലേക്ക് തൂത്തുവാരി അതിന്റെ മൂട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ താണ്ട് ഈ സൈസിലുള്ള മരം 10-25 കൊല്ലം പഴക്കമുള്ള വലിയൊരു മരമാണ്. അന്നേരം ഈ മരത്തിനകത്താണ് നമ്മളൊരു 10 വെറൈറ്റി ഇപ്പം വെക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അത് ഇങ്ങോട്ട് അയ്യോ പണി പറയാനിപ്പോ. അയ്യോ, മച്ചന്റെ പേരെന്താ? ഫിലിപ്പോസ് ചാണ്ടി. മോന്റെ പേരെന്തുവാ? സണ്ണി ഫിലിപ്പ്. എവിടെ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എവിടാന്ന് പറഞ്ഞൊരു നിരണം പള്ളിയുടെ അടുത്താണോ? പിന്നെ പഞ്ചായത്ത് മുക്കിലാണോ? എത്ര കൊല്ലം പഴക്കമുള്ള മരമാണ് നമ്മളിപ്പോ മുറിക്കാൻ വേണ്ടി വന്നേക്കുന്നത്? അത് കൂടിയാ 10 കൊല്ലം. 10 കൊല്ലം പഴക്കമുള്ള മരമാണ്. കായ്ക്കത്തില്ലായിരുന്നല്ലേ? കായ്ക്കും, എന്നാൽ കൊള്ളത്തില്ല. പുളിക്കേളല്ലേ? അന്നേരം ആ മരത്തിനകത്ത് ഞങ്ങൾ കുറച്ച് വെറൈറ്റി വേറെ ഉണ്ടോന്ന് വെക്കട്ടെ? വേറെ കുറച്ച് മാവേ അതിനകത്ത് ഉണ്ടോന്ന് വെക്കാൻ വേണ്ടി വന്നതാ. പറയുന്നത് മനസ്സിനല്ലേ പ്രായം വരുന്നത്? 93 വയസ്സായ? 93. 2 മാസം കഴിഞ്ഞാൽ 94. 2 മാസം കഴിഞ്ഞാൽ 94. ഇപ്പോഴും നമ്മള് പണ്ടത്തെ ആരോഗ്യം ചെറിയുറുപ്പ് അതാണ്. കൈയുടെ ബലം തന്നെ ഉണ്ട്. അടിപൊളി. പറ. പഴകഞ്ഞിയും കപ്പയൊക്കെ കഴിച്ച് ജീവിച്ച. പഴകഞ്ഞിയും കപ്പയും കൂടെ ഒക്കെ കഴിച്ചാ ജീവിച്ച. പഴകഞ്ഞിയും കപ്പയൊക്കെ പണ്ട് കഴിച്ചതിന്റെ ആ ഒരു ആരോഗ്യം ഇപ്പൊ കയ്യിൽ അതേപോലെ ഇപ്പോഴും ഉണ്ട്. കണ്ട നല്ല ബലം, ഉഷാറ്. ചക്കര. കോഴിമുട്ട, ഏത്തക്ക, ഇറച്ചി ഇതൊക്കെ കഴിച്ചാൽ ഞാൻ വളർന്നു. അടിപൊളി. പിന്നെ അല്ല, അതിന്റെ ഉരുക്ക് പോലല്ലേ ശരീരം ഇരിക്കുന്നത്? പിന്നെ അല്ല, നടക്കാൻ വയ്യാതിരിക്കുമ്പോഴേ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അതാണ്. ഓക്കെ, ഞങ്ങൾ അന്നേരം ചെയ്യട്ടെ? മാവിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. വൃത്തിയായിട്ട് ചെയ്യണം. അടിപൊളിയാക്കി കൈ തരും. കണ്ടിച്ച പാട്ടിലെല്ലാം വെക്കണം. കണ്ടിച്ചതിനകത്തെല്ലാം വെക്കണം. ഓക്കെ. നരണം പള്ളിയെടുത്താണ്. അന്നേരം സണ്ണി ഫിലിപ്പ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അന്നേരം നമുക്കിവിടെ അതെന്ന് വെച്ചാൽ നമ്മൾ പരമ്പര പള്ളിയിലൊക്കെ നമ്മൾ സ്ഥിരം വരുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്. അന്നേരം ഈ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്നേരം നല്ല അടിപൊളിയായിട്ട് ഈ കാണുന്ന വലിയ മരം വെട്ടിയിടാൻ വേണ്ടി അതിനകത്തേക്ക് കുറച്ച്
മരങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ എടുക്കുക. അത് കൊണ്ട് അയ്യോ പണി പറയാൻ ഇപ്പോൾ ഞങ്ങൾ നാട്ടെ കറക്റ്റായിട്ട് നാട്ടെ ചേട്ടൻ്റെ പേര് സണ്ണി ഫിലിപ്പ് അല്ലേ? സണ്ണി ഫിലിപ്പ്. എവിടെ ഇപ്പം നിൽക്കുന്നത്? എവിടെ? കുവൈറ്റിലാണോ? അന്നേരം ഞങ്ങൾ നാട്ടെ വലിയ മാവിനകത്ത് കുറച്ച് വെറൈറ്റി വെക്കാൻ വേണ്ടി വന്നാൽ കുവൈറ്റ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരം നമ്മളെ പേജിനകത്ത് വരും കേട്ടോ, ഇവിടെ മുറിച്ചിട്ടിട്ട് അത് വെക്കുന്നതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാരാ? ഒരു പിടുത്തമില്ല. എവിടെ? രാത്രി പോയി ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ. അതെല്ലാം കണ്ടല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ. അന്നേരം നമ്മളെ മനസ്സിലായി. ചിലപ്പോൾ ഒന്ന് വെയിലാക്കി കൊടുക്കണം. ആ ചിക്കുമൊക്കെ ചെറുതായിട്ടൊന്ന് കോതിയിട്ടൊന്ന് വെയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. ഗുണം ചെയ്യുന്ന ഈ മാവ് ഇതിൽ കൂടുതൽ പുതിയ പിന്നെ മാങ്ങകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞാൻ. ഏകദേശം 11 ഇനമാണ് ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ബഡ് ചെയ്തിരിക്കുന്നത്. ജിതേഷ് എന്ന് പറഞ്ഞ ആൾ കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ കൃഷിരീതികളൊക്കെ ഈ നമ്മൾ വീഡിയോ കൂടെ നമ്മൾ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അളിയനാണ് ഈ ഒരു രീതിയെ പുള്ളിക്കാരൻ്റെ പ്രചോദനം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കൃഷിരീതി ഇവിടെ അവലംബിക്കുന്നത്. ഞാൻ ജിതേഷിനെ കൊല്ലത്തുനിന്ന് വിളിച്ചു വരുത്തി. വളരെ പ്രഗത്ഭനായ കൃഷിയിൽ വളരെ അഗ്രഗണ്യനായ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ വരുത്തി. അദ്ദേഹത്തെ നിർദ്ദേശം പ്രകാരം ഞാൻ ഈ മാവ് ഏകദേശം ഒരു 6-7 അടി ഉയരത്തിൽ മുറിച്ച് കളഞ്ഞിട്ട് അങ്ങനെ ഇന്ന് രാവിലെ വെട്ടുകാരെ കൊണ്ട് മുറിച്ചിപ്പിച്ച് കളഞ്ഞു. ഇന്നിപ്പോൾ അവർ വന്ന് ബഡ് ചെയ്തു. ഇതിനകത്ത് 11 ഇനം വിവിധ തരത്തിലുള്ള മാവിൻ്റെ എന്താ പറയുക ശിഖരങ്ങൾ ഇതിൽ പിടിപ്പിച്ച് ഇത് ബഡ് ചെയ്ത് ഇത് 21 ദിവസമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ 21 ദിവസം കൊണ്ട് ഇതിൽ തളിരുകൾ വരും എന്ന് അവകാശപ്പെടുന്നുണ്ട് ജിതേഷ്. അത് ഉറപ്പായിട്ടും പുള്ളിക്കാരൻ്റെ ഈ കൃഷിരീതി വളരെ പലർക്കും ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇദ്ദേഹത്തെ നമ്മൾ കൊല്ലത്തുനിന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ജിതേഷ്. എൻ്റെ പേര് സനിൽ. ഞാൻ ഇലന്തൂർ ബ്ലോക്ക് മെമ്പറാണ്, ഇവിടുത്തെ പരിയാരം ഡിവിഷൻ. ഞാൻ വളരെ ബിസിനസ്സുണ്ട്. എനിക്ക് ഇലന്തൂർ ജംഗ്ഷനിൽ 2-3 ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അപ്പം അങ്ങനെ ബിസിനസ് സ്ഥാപനം നടത്തി വരികയാണ്. ജിതേഷിനെ ഞാൻ പല വീഡിയോയും കണ്ടിരുന്നു കേട്ടോ. വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ യുവാക്കൾ ഈ കൃഷിയിലേക്ക് വന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ ഈ നാട് ഡെവലപ്പ് ആവട്ടെ. അപ്പോൾ ഇപ്പം ഞങ്ങളെ പുതിയ സർക്കാർ കൃഷിക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. കാരണം നമ്മുടെ ഈ നാട്ടുകളിലൊക്കെ പലയിടത്തും വയലുകളും നെൽപ്പാടങ്ങളും ഒക്കെ പന്നികളും മറ്റും കയറി ഇറങ്ങി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷിയോട് ആർക്കും താല്പര്യമില്ല. അപ്പോൾ അതൊക്കെ മാറ്റി പന്നികൾക്ക് വേണ്ടാത്ത കൃഷികൾ മാത്രമുണ്ട് നമ്മുടെ നാട്ടിൽ. പൂക്കൾ, കായകൾ, ഇഞ്ചി കൃഷി, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. അതുപോലുള്ള കൃഷി നെൽപ്പാടങ്ങളൊക്കെ നമ്മളെടുത്ത് കൃഷിയോഗ്യമാക്കി ജനങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ബജറ്റിൻ്റെ അകത്തും കൃഷിക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. പുതിയ സർക്കാർ നിങ്ങൾക്കെല്ലാം നല്ലൊരു നല്ലൊരു അവസരം, കൃഷിക്ക് നല്ലൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. കായ്ക്കാതെ 10 കൊല്ലമായിട്ടൊരു മാവ് എന്ന് പറയുന്നതല്ലേ? അതെ 10 വർഷമായിട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ അല്ല ഷംനാ അതെ 10 വർഷമായിട്ട് കായ്ക്കുന്നുണ്ട്. 10 വർഷമായിട്ട് കായ്ക്കുന്നില്ല? എന്താ പേരെന്തായിരുന്നു? എൻ്റെ പേര് ഫിലിപ്പ് വൈദ്യൻ. ഫിലിപ്പ് വൈദ്യൻ. എവിടെ സ്ഥലം കറക്റ്റ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ ചണ്ണപ്പേട്ട. അഞ്ചൽ ചണ്ണപ്പേട്ടയിലാണ് കേട്ടോ. അന്നേരം മരം നമ്മളങ്ങ് മുറിച്ച് കിടക്കുന്നത്. 10 കൊല്ലമായി ഇവൻ കായ്ക്കുന്നില്ല. നമ്മളെ പറ്റിച്ചോണ്ടിരുന്നല്ലേ? അതെ. ഇനി അപ്പുറത്ത് വരണമില്ലേ വലുത്? അവിടെ ഉണ്ട്. അത് എത്ര കൊല്ലം പഴക്കമുള്ള മരമാ? അതും 8 വർഷം കൂടെ ആയി കാണും. 8-10 കൊല്ലം ആയി. 8-10 കൊല്ലം അതും ആയിട്ടുണ്ട്. അന്നേരം താണ്ട ഈ മരത്തിനകത്തും ആ മരത്തിനകത്തും നമ്മൾ വെക്കാൻ വേണ്ടി പോവാ. ഇതിനകത്തൊരു 5 വെറൈറ്റി, 1, 2, 3, 4, 5 വെറൈറ്റി, 6 വെറൈറ്റിനകത്തും വെക്കും. അതിനകത്ത് നമുക്കൊരു 7-8 വെറൈറ്റി വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അന്നേരം നമ്മൾ വെക്കട്ടെ? ഓക്കെ, ആയിക്കോട്ടെ. അടിപൊളിയല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ കറക്റ്റ് നിൽക്കുന്ന സ്ഥലം ചണ്ണപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്നേരം ഞങ്ങൾ തുടങ്ങട്ടെ? തുടങ്ങിക്കട്ടെ. ഓക്കെ.
നല്ലപോലെ നോക്കിയവർക്കെല്ലാം നല്ല റിസൾട്ടും ഉണ്ട്. അതേപോലെ നോക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. കാര്യം ഇച്ചിരി പണിയുണ്ട്, ചെറിയ പണിയാണ്, പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് ഇതേപോലെ ചിരിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ.